കൊച്ചിയിലെ മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ കൂടുതൽ ഇരകൾ ഉണ്ടായേക്കും എന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഇതിൽ മോഡലുകൾ എന്ന പേരിൽ മാത്രമല്ല, ഇവർ പലരെയും തന്നെ, സ്ത്രീകളിൽ പലരെയും തന്നെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് വീട്ടമ്മമാരടക്കമുള്ളവർ ഈ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നതാണ്. പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. മോഡലിംഗ് രംഗത്തേക്കുള്ള ഒരു അവസരം, അതോടൊപ്പം തന്നെ ഇത്തരം പുതിയ ഒരു അവസരങ്ങളുടെ ജാലകം മോഡലിംഗ് രംഗത്ത്, അതോടൊപ്പം തന്നെ ബ്യൂട്ടീഷ്യൻ രംഗത്ത്, മേക്കപ്പ് രംഗത്ത് എന്നിവയിലെല്ലാം തന്നെ വലിയ അവസരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചാ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ കൺവെൻഷൻ പോലുള്ള പരിപാടികളും എല്ലാം തന്നെ നടത്തുന്നു എന്നതാണ് ഇവരുടെ പ്രധാനമായ ഒരു പരസ്യമായിട്ട് നൽകിയിരുന്നത്. ഇതിൽ പിടിയിലായ അലീന ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. അലീനയുടെ മരടിലുള്ള ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലും ആസൂത്രണം നടന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലുള്ള അനുമാനം. ഇവിടെ അലീനയ്ക്കൊപ്പം തന്നെയായിരുന്നു മഞ്ജുമയും. ഇവർക്ക് രണ്ടുപേർക്കും പ്രധാനമായി ചെയ്തിരുന്നത് ഇത്തരം ഇതിലേക്ക് പെൺകുട്ടികളെ, യുവതികളെ കൂടുതൽ ഈ ഒരു സംരംഭത്തിലേക്ക് ആകർഷിക്കുക എന്നത് തന്നെയായിരുന്നു. ആ രീതിയിൽ ഇവർ പരസ്യം ചെയ്തു. ഇനി ചില സെലിബ്രിറ്റികളെ വരെ ഇത്തരം പരസ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള അറിവുണ്ടായിരുന്നു എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വിദേശത്തേക്ക് കടത്തിയവർ എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പല തൊഴിലും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ പരാതിക്കാരിയായ 3 പേരുടെ പരാതി മരട് പോലീസിന് മുന്നിലുണ്ട്. അതിൽ ഒരാൾക്ക് മേക്കപ്പ് സംബന്ധമായ തൊഴിലവസരം നൽകുന്നു എന്ന രീതിയിലാണ് അവിടേക്ക് എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെ കടത്തിയവർ കൂടുതൽ തന്നെ മോഡലിംഗ് രംഗത്തുള്ളവർ മാത്രമല്ല, വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരുണ്ടോ എന്നൊരു സംശയം അവിടെ ബലപ്പെടുകയാണ്. അവിടെ വിദേശത്ത് എത്തിച്ച ശേഷം അവർ പിന്നീട് വളരെ നിർബന്ധിതമായിട്ട് തന്നെ ഈ രീതിയിലുള്ള ലൈംഗിക വൃത്തിയിലേക്ക് അടക്കം ഇവർ തള്ളിവിടുന്നു എന്നതായിരുന്നു പിന്നീടുള്ള ഇപ്പോൾ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിട്ടുള്ളത്. തീർത്തും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അന്വേഷണ സംഘം ഇതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 3 പേരിൽ ഒന്നാം പ്രതിയായ സ്റ്റോയ്സ് എന്ന സിന്ധു എന്നാണ് അവരുടെ വിളിപ്പേര്. അവരാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ട് വരുന്നത്. അവർക്ക് ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരുടെ വിസ ജോലികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവരാണ് ക്രമപ്പെടുത്തുന്നത്. ഇവരാണ് വിദേശത്തേക്ക്, ദുബായിലേക്ക് മറ്റുമായിട്ട് ആളുകളെ അവിടേക്ക് കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിന്റെ മുഖ്യ ആസൂത്രക ഇവരാണ്. നിലവിൽ അറിയാവുന്നവർ ഇവരെ കുറിച്ച് മാത്രമാണ് അറിയാവുന്നത്. ഇതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്നതെല്ലാം പരിശോധിച്ചു വരികയാണ്. ഇവര് ഈ രേഖകളും മറ്റും ശരിയാക്കിയ ശേഷമാണ് വിദേശത്തേക്ക് ഇവരെ എത്തിക്കുന്നത്. മോഡലിംഗ് രംഗത്ത് എന്ന് പറഞ്ഞും അല്ലാതെയും എല്ലാം തൊഴിലവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞും പ്രലോഭിപ്പിച്ചും പെൺകുട്ടികളെ വിദേശത്തേക്ക് എത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത് മുംബൈ എയർപോർട്ടിൽ വെച്ചാണ് അവർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് അവർ പിടിയിലാകുന്നത്. ഇവർ തന്നെ പോലീസ് അന്വേഷിക്കുന്നു, മറ്റ് കൂട്ടാളികൾ അറസ്റ്റിലാകുന്നു എന്ന വിവരത്തോടു കൂടിയാണ് ഇവർ രാജ്യം വിടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. തുടർന്നാണ് മുംബൈയിൽ വെച്ച് ഇവർ അറസ്റ്റിലാകുകയും ചെയ്യുന്നത്. ഏതായാലും ഇവരെ അടക്കം വൈകാതെ കൊച്ചി പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്യും. നിലവിൽ അറസ്റ്റിലായവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അവരെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് ലഭിക്കുന്നത് ഇതിൽ കൂടുതൽ ഇരകൾ ഉണ്ടായേക്കുമെന്ന സംശയം അതോടുകൂടി ബലപ്പെടുകയാണ്. കാരണം ഇപ്പോൾ പുറത്തു വന്ന 3 പരാതികൾ മാത്രമല്ല, വേറെയും പരാതികൾ ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഇതുവരെയും ആ രീതിയിലുള്ള പരാതികൾ വരാത്തത് ഒരു വലിയ പരിധി വരെ അലീനയുടെ കുറ്റകൃത്യങ്ങളുടെ അടുപ്പമുള്ള അവർക്ക് അങ്ങനെ ഒരു ലോകം കൂടിയുണ്ട്, അങ്ങനെയുള്ള നിരവധിയായ കൂട്ടാളികൾ കൂടിയുണ്ട്. നിലവിൽ അവർ പല ക്രൈം സീനിലും കൊച്ചിയിൽ അവർ രംഗത്തുണ്ട്. അവരെ ഒരു ബാറിൽ നടന്ന അടിപിടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അവർക്കെതിരെ കേസടക്കം ചാർജ് ചെയ്തിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിന്റെ കൂട്ടാളിയാണ് എന്ന് കൂടി പറയുന്നു. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവർ പലരെയും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പല പരാതികളും ഇങ്ങനെ ഉയർന്നു വന്ന പരാതികൾ, അതെല്ലാം തന്നെ തുടക്കത്തിൽ വന്നിരുന്ന പരാതികൾ ഈ ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് ഇവർ അങ്ങനെ അടിച്ചമർത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ വിദേശത്തേക്ക് ഇവർക്ക് ഈ രീതിയിൽ പെൺകുട്ടികളെ എത്തിക്കുക, അവിടെ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, മയക്കുമരുന്ന് നൽകുക, ഇതെല്ലാം തന്നെ അവർക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലുള്ള ഒരു താവളം അവർക്ക് സുരക്ഷിതമായി ഒരുക്കി കൊടുത്തിട്ടുണ്ടാകാം. അതിന് പിറകിലും ആരെങ്കിലും എല്ലാം തന്നെ ഉണ്ടാകാം. ഈ പ്രതികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്താൽ ഈ റാക്കറ്റിനെ കുറിച്ച് വളരെ
വിപുലമായ ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ 2 പേർ കൂടി റാക്കറ്റിന്റെ ഭാഗമായിട്ടുള്ളവർ ദുബായിലാണ് ഉള്ളത്. അവരെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം ഒരു ഭാഗത്ത് പോലീസ് തുടരുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് രൂപം നൽകിയിട്ടുണ്ട്. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വൈകാതെ മറ്റു 2 പ്രതികൾ, അതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നത് കൂടി പോലീസ് പറയും. പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത, കൂടുതൽ ഇരകൾ ഈ കേസിൽ ഉണ്ടായേക്കും എന്ന ഒരു നിഗമനമാണ്. ഇതിൽ എത്ര പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എത്ര വീട്ടമ്മമാരടക്കം ജോലി വാഗ്ദാനം ചെയ്ത് ഇവർ അവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തുവരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.